പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ദ്രജിത്തിന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. അപകടം പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് സൂരജിനെ. വീട്ടിലേക്ക് ഉടൻ തന്നെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുകയാണ് മീനു. അമ്മേ, സൂരജിന് ആക്സിഡന്റ് പറ്റി. സൂരജേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ പറ്റിയേ? എങ്ങനെയാ പറ്റിയേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്. എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഞാനിവിടെ നിൽക്കാം. അമ്മ ഈ കാര്യം മുത്തശ്ശിയെ ഒന്ന് അറിയിക്കേ. ശരി മോളെ, ഞങ്ങൾ വേഗം തന്നെ അവിടേക്ക് വരികയും ചെയ്യാം. ഈ വാഗ്ദാനം നൽകിക്കൊണ്ട് പാർവതി കാര്യങ്ങൾ മുത്തശ്ശിയെ അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ മുത്തശ്ശിയാകെ പകച്ചു പോകുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് സുമിത പുതിയ നമ്പർ ഇറക്കിയിരിക്കുകയാണ്. വിവാഹകോടി എടുക്കാൻ പോയപ്പോൾ തന്നെ അപകടം. സൂരജ് ഹോസ്പിറ്റലിൽ. ഇതൊക്കെ ശുഭലക്ഷണമായി തോന്നുന്നുണ്ട് മുത്തശ്ശി. എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്നുകൂടി ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് തന്നെയാണ് അപകടമുണ്ടാവുക. ഇത് കേട്ട് മുത്തശ്ശി ഒന്ന് ഞെട്ടുകയാണ്. എന്തായാലും സൂരജിന്റെ അവസ്ഥയൊന്ന് മെച്ചപ്പെടട്ടെ. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കാം. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. പക്ഷേ ഇതേ സമയമാണ് ഇന്ദുജയുടെ നീക്കങ്ങളിൽ സംശയം തോന്നി തുടങ്ങുന്നത് മീനുവിന്. ഇവർ ഡോക്ടറാണോ? ഇവർ തന്നെയല്ലേ അവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്തും ഉണ്ടായത്? ഇവരുടെ നീക്കങ്ങളിൽ എന്തൊക്കെയോ സംശയം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതേ സമയം, എടാ നീ തീർന്നടാ. ഈ ബെഡിൽ നിന്ന് ഇനി നീ ഒരിക്കലും എഴുന്നേക്കുകയില്ല. അതിനുള്ള മരുന്നൊക്കെ തരാൻ എനിക്കറിയാം. നിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് കിട്ടണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നേഴ്സ്, ആ മരുന്ന് കൊടുക്കണ്ട. ഞാൻ പറയുന്ന മരുന്ന് കൊടുത്താൽ മതി. അല്ല, ഇപ്പോൾ ഈ മരുന്നല്ലേ കൊടുക്കേണ്ടത്? എന്നേക്കാൾ അറിവ് നിങ്ങൾക്കാണോ? പറ. അല്ലല്ലോ, ഞാൻ പറയുന്ന മരുന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇത് കേട്ട് മീനുവാകെ ഞെട്ടിപ്പോവുകയാണ്. സൂരജിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്നത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് പുതിയ നീക്കങ്ങൾ സൂക്ഷിച്ച് വാച്ച് ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവൾ. ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മാറി നിന്ന് വീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇന്ദുജ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് മീനുവിന്. മാത്രവുമല്ല, ഈ അപകടത്തിന് പിന്നിലെ സൂത്രധാര ഇവൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. സൂരജിനെ അപകടപ്പെടുത്തണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട്. അതുകൊണ്ട് തന്നെ സൂരജിന്റെ ജീവന് ഭീഷണി ഹോസ്പിറ്റലിലുമുണ്ട്. സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ സൂരജിന് ജീവൻ നഷ്ടമാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മീനു. ഇതേ തുടർന്ന് ഇന്ദുജയെ കൈയോടെ പിടികൂടുന്നതിന് വേണ്ടി പതിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇന്ദുജ മീനുവിന്റെ കെണിയിൽ വന്നു വീഴുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.